കാരണവന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികളായ സഹപ്രവർത്തകന്മാർ, യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നന്നായി ഉൾക്കൊള്ളുന്നവരാണ് നിങ്ങളെല്ലാവരും. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ്. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല. ആര് ഭരിക്കും ആര് നയിക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുമല്ല. നമ്മൾ ജീവിച്ചിരിക്കണമോ, നമ്മുടെ നാട് നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിലാണ് തവനൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ നമ്മുടെ മുന്നണി നേതൃത്വം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വവുമായി പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ആ കാലഘട്ടത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കടന്നു വന്നൊരു വ്യക്തി എന്ന നിലയിൽ അന്ന് മുതൽ ഈ പ്രദേശവുമായി ആഴത്തിലുള്ള ആത്മബന്ധമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ശ്രീ വി വി പ്രകാശ് 2011 മത്സരിക്കുന്ന സമയം മുതൽ ഈ പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ഈ നാടിന്റെ ഇടവഴികളിലും മൂടവഴികളിലും അങ്ങാടികളിലും നാൽക്കവലകളിലും പ്രസംഗിക്കുവാനും പ്രവർത്തിക്കുവാനും കടന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് കടന്നു വന്ന് ഇന്ന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഞാൻ പ്രവർത്തിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എന്റെ കർമ്മ മണ്ഡലമാണ് ഈ തവനൂർ. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നമ്മുടെ എതിരാളികൾ പലരും പറയുന്നു ഞാൻ ഏതോ മറുനാട്ടുകാരനാണ് എന്ന്. ഞാൻ മറുനാട്ടുകാരനല്ല, നല്ലൊന്നാം ദിനം മലപ്പുറംകാരനാണ്. ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ജനിച്ച് ഇവിടെ ജീവിച്ച് ഈ മണ്ണിൽ മരിച്ചലിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനാണ്. ഈ മണ്ണുമായി തീർത്താൽ തീരാത്ത ബന്ധവും കടപ്പാടും ഉള്ളൊരു മനുഷ്യനാണ്. അക്ഷരാർത്ഥത്തിൽ ഇതെന്റെ 2ാം ജന്മമാണ്. 2012 അതിഗുരുതരമായ ഒരു ആക്സിഡന്റ് ഈ തവനൂരിന്റെ മണ്ണിൽ നിന്ന് എനിക്ക് സംഭവിച്ചതാണ്. കുറ്റിപ്പുറം ദേശീയപാതയിൽ തങ്ങൾപ്പടി എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെച്ച് ഞാൻ സഞ്ചരിച്ചിരുന്ന കാറിൽ ഒരു ലോറി ഇടിച്ച് റോട്ടിലേക്ക് തെറിച്ചു വീണ് പുലർച്ചെ 2:30 മണിക്ക്, അർദ്ധരാത്രി 2:30 മണിക്ക് ഞാൻ റോട്ടിൽ ചോരവാർന്ന് അബോധാവസ്ഥയിൽ കിടന്നപ്പോ ആ വണ്ടി ഇടിച്ചതിന്റെ ഒച്ച കേട്ട് ഓടി വന്ന് എന്നെ താങ്ങിയെടുത്ത് വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയ തവനൂരിലെ നല്ലവരായ മനുഷ്യരാണ് എനിക്ക് 2ാം ജന്മം നൽകിയത്. എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടാണ്. അവർ വരാൻ 5 മിനിറ്റോ 10 മിനിറ്റോ വൈകിയിരുന്നെങ്കിൽ ചോര വാർന്ന് ഞാൻ ആ നടുറോട്ടിൽ ഒരു അനാഥ പ്രേതം പോലെ കിടന്ന് മരിക്കുമായിരുന്നു. എനിക്ക് 2ാം ജന്മം നൽകിയത് ഈ നാടാണ്. മറക്കാനാകാത്ത കടപ്പാട്, ഹൃദയബന്ധം ഈ നാടുമായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മകനായി, ഒരു സഹോദരനായി, ഒരു കൂടെപ്പിറപ്പായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. കഴിഞ്ഞ 15 വർഷം ഈ തവനൂരിൽ നിന്ന് ജയിച്ചു പോയ MLA ഈ തവനൂരിൽ ഇതുവരെ താമസമാക്കിയിട്ടില്ല. നിങ്ങൾ 15 വർഷമായി ജയിച്ചു പോയ MLA തേടി നിങ്ങൾ വളാഞ്ചേരിയിലേക്ക് കാണാൻ വണ്ടി പിടിച്ചു പോവേണ്ടുന്ന ഗതികേടാണ് ഈ നാട്ടുകാർക്കുണ്ടായത്. ഞാൻ പറയുന്നു, ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി എന്നെ ജയിപ്പിച്ചാൽ MLA കാണാൻ കുറ്റിപ്പുറം പാലം കടന്നപ്പുറത്ത് പോണ്ട ഈ തവനൂരിന്റെ തിരുമുറ്റത്ത് നിങ്ങളുടെ ഇടയിൽ ഇവിടെ താമസിക്കുന്ന ഒരു MLA ആയി നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വിളി കേൾക്കുന്ന നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായി, കുടുംബാംഗമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുറപ്പ് നൽകുകയാണ്. നമ്മുടെ നാടിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ, നമ്മുടെ മക്കൾക്ക് കളിച്ചു വളരാൻ നല്ല ഗ്രൗണ്ട് ഉണ്ടാക്കാൻ, അവർക്ക് പഠിച്ചു വളരാൻ നല്ല സ്ഥാപനം ഉണ്ടാക്കാൻ, നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ കൊടുക്കാൻ നല്ല ആശുപത്രികൾ ഉണ്ടാക്കാൻ ഈ നാട്ടിലൊരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, BS ജോയി എന്ന വ്യക്തിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതിന്റെ പേരിൽ, വോട്ട് ചെയ്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ, എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ഒരാളുടെ മുമ്പിലും ഒരു കാലത്തും തലകുനിക്കേണ്ടുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിച്ചേ മതിയാവൂ. ശ്രീ രാഹുൽ ഗാന്ധിയും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് നിങ്ങളും നേതൃത്വം കൊടുക്കുന്ന മതേതര പോരാട്ടത്തിന് കരുത്തു പകരാൻ എല്ലാവരും കൈകൾ കോർത്ത് വെച്ച്, ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് ഒറ്റക്കെട്ടായി, ഒരു മെയ്യായി, ഒരു മനമായി ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കണം. കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ ഹൃദയവികാരം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ സ്വീകരണം വൈകിയ വേളയിൽ പിഞ്ചുമക്കൾ ഉൾപ്പെടെ വന്ധ്യവയോധികരായ കാരണവന്മാർ വരെ എല്ലാവരും ആവേശജലമായി ഈ സ്വീകരണത്തിൽ പങ്കെടുത്തു. നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്നും നിങ്ങളുടെ മുഴുവൻ മനുഷ്യബന്ധങ്ങളും സൗഹൃദങ്ങളും നമ്മുടെ വിജയത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നും ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും.